മകൻ എങ്ങനെയാണ് മരിച്ചതെന്നറിയാതെ ഇപ്പോഴും ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരു അച്ഛൻ്റെ സങ്കടപ്പറച്ചിലാണ് നമ്മൾ കേട്ടത്. മലയാളിയുടെ കാതുകളിൽ നിന്ന് ഒരിക്കലും മായാത്തൊരു സങ്കടനാദത്തിൻ്റെ പേരാണ് വയലിനിസ്റ്റ് ബാലു. 6 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പാതി വഴിയിൽ നിലച്ച ആ വയലിൻ നാദത്തിന് പിറകിൽ ഇപ്പോഴും തീരാത്ത ദുരൂഹതകളുടെയും നിഗൂഢതകളുടെയും ഇരുട്ട് പരന്നു കിടപ്പുണ്ട്. പോലീസും CBIയും ഒക്കെ ബാലഭാസ്കറിന്റെ മരണമുണ്ടാക്കിയ അപകടത്തിൽ അസ്വാഭാവികതയില്ലെന്ന് തീർപ്പ് കൽപ്പിക്കുമ്പോഴും കുടുംബത്തിനും നാടിനും അത് ഉൾക്കൊള്ളാനാകുന്നില്ല. ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ പിടിയിലായവരിൽ ഒരാൾ അന്ന് ബാലുവിന്റെ ഡ്രൈവറായിരുന്ന അർജുനാണ്. ഇതോടെ ബാലഭാസ്കറിന്റെ കേസിൽ വീണ്ടും തുടരന്വേഷണത്തിന് സാധ്യത ഉരുത്തിരിയുകയാണ്. നോക്കാം എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് വിശദമായി. അന്നുണ്ടായതും പുതിയ വഴിത്തിരിവും, അന്ന് ബാലഭാസ്കറിന്റെ മരണമുണ്ടാക്കിയ അപകടവും അന്ന് സംഭവിച്ച കാര്യങ്ങളും ഇപ്പോഴുണ്ടായ വഴിത്തിരിവിലേക്കും നമ്മൾ വിശദമായി വരികയാണ്. 2018 സെപ്റ്റംബർ 25 പാതിരാവിലാണ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത്. ദുരൂഹതകൾ മാത്രമാണ് അന്ന് രാവിൽ ബാക്കിയതത്രയും. വാഹനമോടിച്ച് താനല്ലെന്ന് ഡ്രൈവർ അർജുൻ. അപകടത്തിന്റെ അന്ന് സംഭവിച്ചതിന്റെ ചിത്രം ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. തൽക്ഷണം ബാലഭാസ്കറും കുഞ്ഞു മകളും ഭാര്യയും ഒപ്പം ഈ ഡ്രൈവർ അർജുന് മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞുമകൾ തൽക്ഷണം അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ബാലഭാസ്കർ കോമയിലാകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒക്ടോബർ 2 ബാലഭാസ്കർ മരിക്കുന്നത്. ഭാര്യ പരുക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും കുറേ നാൾ അവരതിൻ്റെ നടുക്കം വിട്ടുമാറാൻ ഒരുപാട് നാളുകൾ എടുക്കേണ്ടി വന്നു എന്നതിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അന്ന് ആ വാഹനം ഓടിച്ചത് അർജുൻ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഈ അപകടമുണ്ടായതിന് തൊട്ടുപിറകെ ഇന്നിപ്പോൾ ഈ പെരിന്തൽമണ്ണ കവർച്ച കേസിൽ പിടിയിലായ അർജുൻ അന്നു പറഞ്ഞ് താനല്ല വാഹനം ഓടിച്ചത്, അപകടം നടക്കുമ്പോൾ ബാലഭാസ്കർ ആയിരുന്നു വാഹനം ഓടിച്ചതെന്നായിരുന്നു. ലോക്കൽ പോലീസിന്റെ ഒളിച്ചുകളിയും ഇതിനകത്ത് ആരാണ് ശരിക്കും വാഹനം ഓടിച്ചിരുന്നത്, അന്ന് ഇതൊരു അപകടം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിനകത്തുണ്ടോ എന്ന് വെച്ചാൽ അവിടെ കൂടിയ ആളുകൾ, നാട്ടുകാരായവർ, അതിൽ യാത്ര ചെയ്തു പോയ യാത്രക്കാർ, പല ആളുകളും ഈ സംശയം പറഞ്ഞപ്പോഴും ആ സംശയങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകാൻ അന്ന് ലോക്കൽ പോലീസ് തയ്യാറാകാത്തത് വലിയ ദുരൂഹത എന്ന് ഉയർത്തിയതാണ്. ഒപ്പം ആരായിരുന്നു വാഹനം ഓടിച്ചതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനും ലോക്കൽ പോലീസ് അന്ന് ശ്രമിച്ചില്ല എന്നുള്ളതും വിവാദമായൊരു സംഗതിയായിരുന്നു. ശാസ്ത്രീയ പരിശോധനയിൽ അർജുൻ പറഞ്ഞു താനല്ല വാഹനം ഓടിച്ചതെന്ന്. പക്ഷേ കുടുംബത്തിൻ്റെ സംശയം പോലീസിനെ അറിയിക്കുന്നു. ക്രൈംബ്രാഞ്ച് വരുന്നു. പിന്നീട് ശാസ്ത്രീയ പരിശോധന നടക്കുന്നു. അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കപ്പെടുന്ന ചിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അമിത വേഗതയാണ് കാരണമെന്ന് പിന്നീട് ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന നിരാശാജനകമായ ഒരു സാഹചര്യവും നമ്മൾ കാണുകയാണ്. ശരി, അർജുൻ റിസോർട്ട് ഉടമയുടെ ഒരു ബന്ധുവാണെന്നുള്ള ആരോപണമൊക്കെ ആ ഘട്ടത്തിൽ ഉയരുന്നു. അതായത് ഒരു പെരിന്തൽമണ്ണയിലെ ചെർപ്പുളശ്ശേരിയിലെ ഒരു വിവാദ റിസോർട്ട് ഉടമയുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുമായി ഈ അർജുന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നതിനപ്പുറം കുറെ വസ്തുതകളും അർജുൻ്റെ കേസിലുണ്ടായിരുന്നു. അന്ന് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന, ഇന്നിപ്പോൾ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ പിടികൂടിയ അർജുൻ തൃശൂർ സ്വദേശിയാണ്. ഒപ്പം അന്ന് തന്നെ 2 കേസുകൾ അർജുന്റെ പേരിലുണ്ടായിരുന്നു. ഒന്നൊരു ATM കവർച്ച കേസായിരുന്നു, മറ്റൊന്നൊരു വീട് ആക്രമിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കേസായിരുന്നു. അങ്ങനെ 2 കേസുകളിൽ ഓൾറെഡി പ്രതിയായിരുന്ന ഒരാളായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവറായി നിയമിച്ചിരുന്നതും. അന്ന് അപകടം സംഭവിക്കുമ്പോൾ വാഹനം ഓടിച്ചതും അർജുനായിരുന്നു. കുടുംബത്തിന്റെ സംശയങ്ങളെ പാടെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും അവഗണിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ശരി, കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തൽ. ആ സമയം അതുവഴി പോയ കലാഭവൻ സോബി വാഹനം നിർത്തുകയും കലാഭവൻ സോബി പിന്നീട് നടത്തിയ അതിഗുരുതരമായ വെളിപ്പെടുത്തലും മലയാളിയുടെ മനസ്സകങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകും. സോബി പറഞ്ഞത് തനിക്കറിയാവുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രധാന പ്രതി ആ സമയം എന്ന് വെച്ചാൽ ഈ അപകടം നടന്ന തൊട്ടുടനെ തന്നെ അതിലെ പാസ് ചെയ്ത് സോബി അവിടെ നിർത്തിയപ്പോൾ തന്നെ അവിടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. സംശയാസ്പദമായ രീതിയിലായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ സോബി നടത്തുകയും കാര്യത്തിൽ നിന്ന് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു, CBIയും എടുത്തിട്ടുണ്ട്. പലതവണ നുണപരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു ഈ സോബിയെ. പക്ഷേ ആ കാര്യമായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ സോബിയിൽ നിന്ന് വിവരങ്ങളെടുത്ത അന്വേഷണം കാര്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതും വസ്തുതയായി അവിടെ നിൽക്കുന്നുണ്ട്. അസ്വാഭാവികതയില്ലെന്ന തീർപ്പിൽ CBIയും പിന്നീട് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ശരി, പിന്നീട് CBI റിപ്പോർട്ടിലെ പൊരുത്തക്കേട് മനസ്സിലാക്കുകയും അച്ഛൻ ഹൈക്കോടതിയിൽ പോവുകയും തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയൊക്കെ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ
ഈ അർജുൻ പിടിയിലായതോടുകൂടി കുടുംബത്തിന്റെ പ്രത്യേകിച്ച് അച്ഛൻ്റെയൊക്കെ സംശയം കൂടുതൽ ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഈ കുടുംബത്തിന്റെ തുടർ നീക്കം, അവർക്ക് ഇപ്പോൾ ഏതെല്ലാം നിലക്കുള്ള സംശയമുണ്ട് എന്നതിൻ്റെ ഒരു വിശദമായ ചിത്രം ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ആഷിഖ് വിശദീകരിക്കും. ആഷിഖിന്റെ റിപ്പോർട്ടിലേക്ക്. 2018 നവംബർ 25-നായിരുന്നു ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിക്കുന്ന അപകടമുണ്ടാകുന്നത്. അപകടം നടന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. അപകടത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയാണെന്നും അതിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുന് പങ്കുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസോ ക്രൈംബ്രാഞ്ചോ നടത്തിയ അന്വേഷണത്തിലോ പിന്നീട് കുടുംബത്തിന്റെ പ്രത്യേക ആവശ്യപ്രകാരം CBI നടത്തിയ അന്വേഷണത്തിലോ ഈ ദിശയിലുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായില്ല. എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളിലും സ്വാഭാവികമായ അപകടമാണെന്നും അതിനു പിന്നിൽ ദുരൂഹതയില്ലെന്നുമായിരുന്നു കണ്ടെത്തലുകൾ. എന്നാൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലാകുന്നതോടുകൂടിയാണ് വീണ്ടും വിവാദങ്ങൾക്ക് തീപിടിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ തങ്ങൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങളെ സാധൂകരിക്കുന്നതാണെന്നായിരുന്നു ബാലഭാസ്കറിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വാദം. തന്റെ മകൻ ബാലുവിനെ സ്വർണ്ണക്കടത്ത് മാഫിയ കൊന്നതാണെന്ന് ഇന്ന് മീഡിയ വണ്ണിനോട് ബാലഭാസ്കറിന്റെ അച്ഛൻ KP ഉണ്ണി പറഞ്ഞു. കൂടാതെ CBI ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണ സംഘങ്ങൾക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ കൂടി KP ഉണ്ണി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. CBI ഉദ്യോഗസ്ഥർ ചിലരുടെ സ്വാധീനത്തിന് വഴങ്ങിയെന്നും എന്തിനോ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് നടത്തിയതെന്നുമുള്ള ആരോപണങ്ങളാണ് KP ഉണ്ണി ഇന്ന് മുന്നോട്ട് വെച്ചത്. കൂടാതെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുന് വേണ്ടി ഒരു ഒത്തുതീർപ്പിന് ആദ്യഘട്ടത്തിൽ അന്വേഷണം നയിച്ചിരുന്ന CBI അന്വേഷണം സൂചിപ്പിച്ചതുപോലെ തന്റെ മകനെ സ്വർണ്ണക്കടത്ത് സംഘം കൊന്നതാണ് എന്നുള്ള സംശയത്തിൽ ഇപ്പോഴും ആ കുടുംബം ഉറച്ചു നിൽക്കുമ്പോൾ അന്ന് വാഹനം ഓടിച്ചിരുന്ന അർജുനെ ഇന്നിപ്പോൾ മറ്റൊരു കവർച്ചാ കേസിൽ പിടികൂടുമ്പോൾ ഒരു തുടരന്വേഷണത്തിനുള്ള സാധ്യത അവിടെ ഉരുത്തിരിയുന്നുണ്ട്. പക്ഷേ CBIയും കോടതിയും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആഷിഖിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.